HSS സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് നോട്ടുമായി ക്ലാസ്സുമായി എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നോട്ട് തുടങ്ങുന്നത്. അതായത് മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ്. എന്താണ് മാറ്റർ? മാറ്റർ നിങ്ങൾക്കറിയാം. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് വിച്ച് ഹാസ് സ്പേസ് ആൻഡ് മാസ്. മാസും സ്പേസും ഉള്ളതിന് എന്താണോ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ മെയിനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് 3 സ്റ്റേറ്റ് ആയിട്ടാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. ഇതുകൂടാതെ പ്ലാസ്മ അങ്ങനെയുള്ള സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിട്ടാണ്. നമുക്ക് സോളിഡിൻ്റെ കുറേ പ്രോപ്പർട്ടികൾ അറിയാം. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ റിജിഡിറ്റി. സോളിഡിൻ്റെ റിജിഡിറ്റി എന്തുകൊണ്ടാണ് സോളിഡ് റിജിഡ് ആണെന്ന് നമ്മൾ പറയുന്നത്? അതായത് റിജിഡ് ആവാൻ കാരണം ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ദ സോളിഡ് സ്റ്റേറ്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓഫ് ദ മാറ്റർ ഈസ് ദ സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സ് ഓർ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതായത് സോളിഡിനെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ്, അതായത് സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സ് കാരണമാണ് സോളിഡ് റിജിഡ് ആവാൻ കാരണം. നമ്മൾ പഠിച്ചതാണ്. സോളിഡിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് വേഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. സോളിഡ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്, മാസ് ആൻഡ് വോളിയം. നമുക്കറിയാം സോളിഡ് ഡെഫിനിറ്റ് ഷേപ്പ്, മാസ് ആൻഡ് വോളിയം ഉണ്ടെന്ന്. സ്മോൾ ഇൻ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് ആണെന്നറിയാം. സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആണെന്നറിയാം. ഫിക്സഡ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിളിനൊരു ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും. അതിനെന്തായിരിക്കും ഒരു വൈബ്രേറ്ററി, അതായത് ഓസിലേറ്ററി മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ മോസ്റ്റ് ഓർഡേർഡ് സ്റ്റേറ്റിലാണെന്നറിയാം. അത് ഇൻകംപ്രസിബിൾ ആണെന്നും നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് നമ്മളുടെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് നമുക്ക് സോളിഡിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് അനുസരിച്ചിട്ട്, പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാം, ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ദ സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. സോളിഡ് നമുക്ക് എന്ത് ചെയ്യാം, 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോഫസ് സോളിഡ് എന്നും. ഇനി നമുക്ക് എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോഫസ് സോളിഡ് എന്നും എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കാം. ഡിസ്റ്റിങ്വേഴ്സ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോഫറസ് സോളിഡ് എന്നത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ടേബിളായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കൂടുതൽ എളുപ്പമാവും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോഫറസ് സോളിഡ്സ്, ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡേർഡ് മാനർ. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും അതൊരു ഡെഫിനിറ്റ് ഓർഡറിലാണ്. ഓക്കെ, ആ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് എന്താണ്, ഒരു ഡെഫിനിറ്റ് ഓർഡറിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അമോഫസ് സോളിഡ് എന്താണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസ് ഡു നോട്ട് പൊസസ് റെഗുലർ ഓർഡർലി അറേഞ്ച്മെൻറ്റ്. ആ ഒരു അറേഞ്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് റെഗുലർ ആണോ, ഇല്ല, ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ലോങ് റേഞ്ച് ഓർഡറാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ. അതായത് ഈ റെഗുലർ അറേഞ്ച്മെൻറ്റ് കണ്ടിന്യൂസ് ഓൾ ഓവർ ദ സിസ്റ്റം അല്ല, അതായത് സോളിഡ് ആ ക്രിസ്റ്റലിൽ മുഴുവൻ ഈ ഒരു തരത്തിൽ റെഗുലറായിട്ട് റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. ഈ ഒരു ടൈപ്പിലുള്ള ഇറഗുലർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ഇനി പൊസസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകതയാണ് അതിന് എന്താണ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റാണ്. ഒരു കറക്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് അതിന് ഉണ്ടാവും. പക്ഷേ ഇൻ കേസ് ഓഫ് അമോഫസ് സോളിഡ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് അതായത് ക്യാൻ ബി ക്ലീവേജ്ഡ് എലോങ് ഡെഫിനിറ്റ് പ്ലെയിൻസ്. അതായത് ക്ലീവേജ് എന്ന് വെച്ചാൽ മുറിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സോളിഡ് എടുക്കുന്നു, ഒരു കല്ലായിക്കോട്ടെ എന്തെങ്കിലും എടുത്താൽ നമ്മൾ അതിനെ മുറിക്കുകയാണെങ്കിൽ, ഒരു സോളിഡ് നമ്മൾ മുറിക്കുകയാണെങ്കിൽ അത് 2 പ്ലെയിനായിട്ട് ഡെഫിനിറ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ, നമുക്ക് ക്ലീവേജ് ചെയ്യാൻ, മുറിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു പെൻസിലൊക്കെ എടുത്ത് പൊട്ടിച്ചാൽ അതിൻ്റെ സർഫസ് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്മൂത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്യാൻ ബി ക്ലീവേജ് ഡെഫിനിറ്റ് പ്ലെയിൻസ്. അതിനെ നമുക്ക് സ്മൂത്തായിട്ട് 2
കഷ്ണങ്ങളാക്കി മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇൻ കേസ് ഓഫ് അമോർഫസ് സോളിഡ് ആണെങ്കിൽ അതിനെന്താണ് ഇറഗുലർ ക്ലീവേജ് ആയിരിക്കും കിട്ടുക. അതായത് റെഗുലർ സർഫസ് ആയിരിക്കില്ല, ഒരു ഇറഗുലർ സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദേ ആർ അനൈസോട്രോപ്പിക്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ് അനൈസോട്രോപ്പിക് ആണ്. അനൈസോട്രോപ്പിക് എന്ന് വെച്ചാൽ അതിൻ്റെ സം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ പല പല ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും ഈ പറയുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറൻ്റ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപ്പിക് ആണ്. ഇൻ കേസ് ഓഫ് അമോർഫസ് സോളിഡ് ആണെങ്കിൽ ദേ ആർ ഐസോട്രോപ്പിക്. ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഏതൊരു ഡയറക്ഷൻ എടുത്ത് നമ്മൾ രണ്ടാമത്തെ പിക്ചറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും അതിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പറയുന്നത് എക്സാമ്പിളാണ്. ഒന്ന് എക്സാമ്പിൾ NaCl പറയുന്നുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിൽ, പിന്നെ ഡയമണ്ട് പറയുന്നുണ്ട്, ക്വാർട്സ്, ഗ്രാഫൈറ്റ് ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഗ്രാഫൈറ്റ് ആണ്, ഒരു പെൻസിലിൻ്റെ നിബ്ബ് ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ഇല്ലേ അത് പൊട്ടിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞില്ലേ അത് ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ക്ലീവേജ് ചെയ്താൽ ഇതിനൊക്കെ സ്മൂത്ത് സർഫസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ അമോർഫസ് സോളിഡിൻ്റെ എക്സാമ്പിൾ നോക്കുന്നു. പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്സിനെ ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുന്നു. ഇനി റബ്ബറും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കേസ് എടുത്താൽ നിങ്ങൾക്കറിയാം അത് നമ്മൾ ക്ലീവേജ് ചെയ്യുന്നു. അതിനെ മുറിച്ചാൽ അതിൻ്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കുമോ? ഇല്ല. നിങ്ങളുടെ കയ്യിലൊരു റബ്ബർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ് ട്രൂ സോളിഡ്സ് ആണ്. ആ ട്രൂ സോളിഡ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമോർഫസ് സോളിഡ് കൂടി അതിൻ്റെ നോക്കാം. കൺസിഡർ അതായത് അമോർഫസ് സോളിഡ് നമ്മൾ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ ഫോൾസ് സോളിഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമോർഫസ് സോളിഡ് എന്ത് ചെയ്യും ഒഴുകാൻ തുടങ്ങും. സ്ലോലി ചെറിയ രീതിയിൽ എന്ത് ചെയ്യും ഒഴുകും. അതിൽ ഒഴുകുന്നത് എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? മൂവ്മെൻറ്റ് എന്താണ്? ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും എന്താണ് ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് എന്താണ് നമുക്ക് പറയാം അത് എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന്. അതുകൊണ്ടാണ് അതിനെ അമോർഫസ് സോളിഡിനെ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അത് ട്രൂ സോളിഡാണെന്ന് പറയാം. ഒരിക്കലും അത് ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അതായത് 1 kilogram സോളിഡിനെ അതിൻ്റെ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര ഹീറ്റ് വേണമോ അതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിന് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അമോർഫസ് സോളിഡിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിന് നോട്ട് ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടതാണ്. ആ സ്ട്രക്ചർ നോക്കിയാൽ അതിനൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. ഓക്കെ, ഗ്രാഫൈറ്റിന് ഡയമണ്ടിനൊക്കെ എന്താണ് ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. ഇനി ഇൻ കേസ് ഓഫ് അമോർഫസ് സോളിഡ് ആണെങ്കിൽ അതിന് നോ ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്, അതിനൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഡെഫിനറ്റായിട്ട് ഉണ്ടാവില്ല. ഇത് കണ്ട് ആരും പേടിക്കേണ്ട. കാരണം നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇതൊന്ന് നോക്കി വെക്കുക. ആദ്യത്തെ പോയിൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രൂ സോളിഡ്സിൻ്റെയും സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. ഇത് വായിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഗ്ലാസ് പെയിൻസ് ഫിക്സഡ് ടു വിൻഡോസ് ഓർ ഡോസ്. അതായത് നമ്മൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വിൻഡോ പെയിൻറ്റ്സ് ഉണ്ടാകും. ആ പെയിൻറ്റ്സിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് തിക്കറായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, വിസ്കോസിറ്റി എന്നൊരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന കാര്യം ഇതാണ്. ഈ എന്താണ് ഒരിക്കലും അമോർഫസ് സോളിഡ് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി അതായത് എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സ്ലൈറ്റ്ലി മെല്ലെ സ്ലോലി എന്ത് ചെയ്യുന്നുണ്ട് അത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലാസ് പെയിന് പറഞ്ഞത്. ഇനി അമോർഫസ് സോളിഡ്സ് ഓൺ ഈറ്റിംഗ് ബിക്കം ക്രിസ്റ്റലൈൻ. സംടൈംസ്
അമോഫസ് സോളിഡ് ഹീറ്റ് ചെയ്താൽ ഏതോ ഒരു ചില ടെമ്പറേച്ചറുകളിൽ അമോഫസ് സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അതെന്താണ് ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് സം ഗ്ലാസ് ഒബ്ജക്ട്സ് ഫ്രം ആൻഷ്യൻ സിവിലൈസേഷൻ ആർ ഫൗണ്ട് ടു ബിക്കം മിൽക്കി ഇൻ അപ്പിയറൻസ് ടു സം ക്രിസ്റ്റലൈസേഷൻ. അതായത് ക്രിസ്റ്റലൈസേഷൻ നടന്നതുകൊണ്ട് പണ്ട് ആൻഷ്യൻ സിവിലൈസേഷൻ എന്നൊക്കെ കിട്ടിയ ചില ഒബ്ജക്റ്റുകൾ എന്താണ് മിൽക്കി ആയിട്ടുണ്ട്. അതായത് ഒരു മിൽക്കി കളറായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് എടുക്കാൻ പോകുന്നത്. 2 മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അഥവാ 2 ക്രൈറ്റീരിയകൾ വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിനെ 4 ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതെന്താണ് 2 മാനദണ്ഡങ്ങൾ? ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. അതായത് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടും അതേപോലെ തന്നെ അത് തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സോളിഡിനെ 4 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ 1 മോളിക്കുലാർ സോളിഡ്സ്, 2 അയോണിക് സോളിഡ്സ്, 3 മെറ്റാലിക് സോളിഡ്സ്, 4 കൊവാലൻ്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. ഇനി നമുക്ക് ഇതെന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കാണാം. ഇതിൽ നമ്മൾ പഠിച്ചു മോളിക്കുലാർ, അയോണിക്, മെറ്റാലിക് ആൻഡ് കൊവാലൻ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ എന്താണ് ഇത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. മോളിക്കുലാർ സോളിഡ്സിൻ്റെ എന്താണ് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്, ഇവിടെ മോളിക്യൂൾ ടൈപ്പ് ആണെങ്കിൽ അതിനെ മോളിക്കുലാർ സോളിഡ് എന്ന് വിളിക്കുന്നു. ഇനി അയോണിക് സോളിഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അയോൺസ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസും അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇനി മെറ്റാലിക് സോളിഡിൻ്റെ കേസ് എടുത്താൽ എന്താണ്, പോസിറ്റീവ് അയോൺസ് ആൻഡ് മൊബൈൽ ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ പാർട്ടിക്കിൾസ്, അതിൻ്റെ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. ഇനി കൊവാലൻ്റ് എടുത്താൽ എന്താണ്, കൊവാലൻറ്റിൽ ആറ്റംസ് ആണ്. ഇനി നമുക്കറിയാം മോളിക്കുലാർ സോളിഡ്സിനെ എഗെയിൻ എന്താണ് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോളാർ സോളിഡ്സ്, നോൺ പോളാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. പോളാർ സോളിഡ്സിൽ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്. അതേപോലെ തന്നെ നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ് ആയിരിക്കും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് ഈ ടൈപ്സിനെ ഒരു ടേബിളാക്കിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് കറക്റ്റ് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറയുന്നത്. ഈ മോളിക്കുലാർ അയോണിക് സോളിഡ് താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും. മെറ്റാലിക് സോളിഡ്സ്, കൊവാലൻ്റ് സോളിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾസ് ഏതാണെന്നും ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബൈൻഡിങ് ഫോഴ്സ് കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. അതായത് പോളാർ മോളിക്യൂൾസിൻ്റെ ഡൈപോൾ ഇൻറ്ററാക്ഷൻ ആണെന്നൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസിൽ അണ്ടർലൈൻ ചെയ്ത് കാണാം നിങ്ങൾക്ക് കോവാലൻ്റ് സോളിഡ്സിന്. അതിന് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ് ഓൾ ആർ പോൾ കണ്ടക്ടേഴ്സ്. അതായത് ഗ്രാഫൈറ്റ് ഒഴികെ കോവാലൻ്റ് കോമ്പൗണ്ട്സിലുള്ള തൊട്ടപ്പുറത്തെ എക്സാമ്പിൾ കോളത്തിൽ നിങ്ങൾ ഡയമണ്ട്, ക്വാർട്സ്, ഗ്രാഫൈറ്റ്, ബാക്കിയൊക്കെ എന്താണ് നോൺ കണ്ടക്ടേഴ്സാണ്, അതായത് ഇൻസുലേറ്റേഴ്സാണ്. പക്ഷേ ഗ്രാഫൈറ്റ് എന്താണ് ഇവിടെ കണ്ടക്ടറാണ്. അത് ഒരു എക്സെപ്ഷനാണ് അതിൽ പറയുന്നത്, പ്രോപ്പർട്ടീസിലാണ്. എക്സെപ്റ്റ് ഗ്രാഫൈറ്റ് ഓൾ ആർ, അതിൻ്റെ ഒരു വിശദീകരണം, അതായത് ക്ലാരിഫിക്കേഷൻ അടുത്തൊരു പേജിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം അത് എക്സാമിന് വരുന്നത് ഫ്രീക്വൻസി ആസ്ക്ഡ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ ഗ്രാഫൈറ്റിൻ്റെ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഗ്രാഫൈറ്റ് ഹാസ് എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. മറ്റുള്ള കൊവാലൻ്റ് സോളിഡ്സിൽ നിന്നും ഗ്രാഫൈറ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അത് സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടറാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയമണ്ടൊക്കെ എടുത്താൽ അത് വല്ലാതെ ഹാർഡാണ്. പക്ഷേ ഇവിടെ ഗ്രാഫൈറ്റ് സോഫ്റ്റാണ്, അതൊരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ബാക്കിയൊക്കെ ഇൻസുലേറ്റേഴ്സാണ്. അത് പറയാൻ കാരണം എന്താണ്, ഇൻ ഗ്രാഫൈറ്റ് കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്, അതായത് ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈച്ച് ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ടു 3 adjacent atoms. The 4th atom is free to move about between different layers. So graphite is good conductor of electricity. അതായത് അതിൽ ഒരു ഡിസ്ലൊക്കേറ്റഡ് ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അതിൽ കണ്ടക്ടിവിറ്റി പോസിറ്റീവ് നടക്കാൻ കാരണം എന്നാണ് പറയുന്നത്. ഇനി
graphite is a good conductor. The different layers are held together by weak van der Waals forces, so each layer can സ്ലൈഡ് ഓവർ ദി അതർ. അതും നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇത് മുഴുവൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഹെൻസ് ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് യൂസ്ഡ് ആസ് ഗുഡ് ലൂബ്രിക്കൻറ്റ്. ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ചത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകാൻ കാരണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.